നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ തലമുറ എത്തിയില്ലേ? ചിന്തിക്കുക നിങ്ങൾ. നിസ്കാരമില്ലാത്തവരായി, ഇബാദത്തുകൾക്ക് ശ്രദ്ധ ചെലുത്താത്തവരായി, ലഹരി നുണയുന്ന തലമുറയായി, MDMA LSD അടക്കമുള്ള ഗവൺമെന്റ് നിരോധിച്ച പുകയില ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ പരിപൂർണമായി കൈകളിലെ രേശം കൊണ്ടു നടക്കുന്നതാകുന്ന തലമുറയായി, സ്കൂളിൽ പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികളും ഉൾപ്പെടെ നമ്മുടെ തലമുറകൾ മുഴുവനും ആത്മീയത നഷ്ടപ്പെട്ടു പോയതാകുന്ന ഒരു തലമുറയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദീനില്ലാതായിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അല്ല ഇല്ല എന്ന് പറയുന്ന തലത്തിലേക്ക് യുവാക്കളും യുവതികളും എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. വാപ്പായും ഉമ്മായും ദീനനുസരിച്ച് ജീവിക്കുന്നു. പള്ളിയിൽ ഇഅ്തികാഫുമായി കഴിഞ്ഞുകൂടിയിരിക്കുകയാണ് വാപ്പ. ഇബാദത്തിൽ കഴിഞ്ഞുകൂടുന്നു. 5 വഖത്ത് നിസ്കാരം ഇബാദത്ത്. പക്ഷേ മക്കളുടെ വിഷയത്തിൽ ജാഗ്രത പുലർത്തിയിട്ടില്ല എങ്കിൽ, മക്കളോടുള്ള കടമകൾ, പുതിയ തലമുറയോടുള്ള കടമകൾ വാപ്പയും ഉമ്മയും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ മക്കളെ പിഴച്ചു പോകും. മക്കള് അടുത്ത തലമുറയെ കൊണ്ടുപോകുന്നത് നിരീശ്വരവാദത്തിലേക്കാണ്, യുക്തിവാദത്തിലേക്കാണ്, ലിബറലിസത്തിലേക്കാണ്, സ്വതന്ത്ര ചിന്താഗതിയിലേക്കാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കണം. മക്കളുടെ വിഷയത്തിലൊക്കെ ജാഗ്രത പുലർത്തണം. മക്കളെ പ്രസവിച്ചിട്ടാൽ മാത്രം പോരാ, ഉമ്മ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സ്കൂളിൽ പോകുന്നത് എവിടെ, എത്ര മണിക്ക് പോകുന്നു, എത്ര മണിക്ക് തിരിച്ചു വരുന്നു, മദ്രസയിൽ എത്ര മണിക്ക് പോകുന്നു, എത്ര മണിക്ക് തിരിച്ചു വരുന്നു, എവിടെയാണ് അവൾ പോകുന്നത്, ആരുടെ വീട്ടിലാണ് പോകുന്നത്, ആരാണുള്ള ക്ലാസ് ടീച്ചർ, കൃത്യമായി വിവരം കൃത്യമായി രക്ഷിതാക്കൾക്കുണ്ടാവണം. ഒരു തലമുറയിൽ, ഒരു ജനറേഷനിൽ അത് കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ തലമുറ കൃത്യമായി മാതാപിതാക്കളുടെ നിരീക്ഷണത്തിലായതുകൊണ്ട് തന്നെ ആ മക്കള് പിഴച്ചു പോയില്ല. ഇന്നത്തെ യുവാക്കളെയും യുവതികളെയും ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾ തന്നെ ജാഗ്രതയില്ല. പിന്നെങ്ങനെ രക്ഷപ്പെടും? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, വല്ലദീ അശദ്ദു മിൻഹു സയകൂൻ. നിങ്ങൾ ഈ മനസ്സിലാക്കിയതിനേക്കാൾ ഏറ്റവും ഗൗരവമായ ഒരു കാലഘട്ടത്തിലേക്ക്, ഒരു അവസ്ഥയിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ, യുവതി യുവാക്കൾ എത്തിപ്പെടുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഖാലൂ, സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്. നബിയേ, ഇതിനേക്കാൾ വലുത് ഇനി ഏതാണ് റസൂലേ? യുവാക്കൾ മുഴുവനും തമ്മാടികളാവുകയും സ്ത്രീകൾ മുഴുവനും പിഴച്ചു പോവുകയും ചെയ്യുന്നതായ അവസ്ഥയേക്കാൾ പരിതാപകരമാകുന്ന അവസ്ഥ ഏതാണ് ഹബീബേ? സ്വഹാബത്തിന് അത്ഭുതം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കൈഫ അൻതും ഇദാ ലം തഅ്മുറൂ ബിമഅറൂഫ് വലം തൻഹൂ അനിൽ മുൻകർ. ഇനി ഒരു കാലഘട്ടം കടന്നു വരും സഹാബ, ആ ഒരു കാലഘട്ടം ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ മോശമാണ്. സ്ത്രീകൾ പിഴച്ചു പോകുന്നതിനേക്കാൾ, യുവാക്കൾ മുഴുവനും തമ്മാടികളായി പോകുന്നതിനേക്കാൾ ഏറ്റവും മോശപ്പെട്ടതാകുന്ന ജനറേഷനാണെന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്. കൈഫ അൻതും, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും സഹാബ? അന്നുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ഇദാ ലം തഅ്മുറൂ ബിമഅറൂഫിൻ, ഒരു നന്മ കൊണ്ട് കൽപ്പിക്കപ്പെടുന്നതാകുന്ന ഒരു സദസ്സ് പോലും ഉണ്ടാവാത്ത തലത്തിലേക്ക് അവസാന കാലഘട്ടം എത്തിപ്പെടുമത്രേ. അങ്ങനെ ഒരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തിപ്പെട്ടാൽ, ഇദാ ലം തഅ്മുറൂ ബിമഅറൂഫിൻ വലം തൻഹൂ അനിൽ മുൻകർ, നന്മ കൊണ്ട് കൽപ്പിക്കപ്പെടാത്ത, തിന്മ കൊണ്ട് വിരോധിക്കപ്പെടാത്ത ഒരു ജനറേഷനിലേക്ക് ഒരു കാലഘട്ടം എത്തിപ്പെടും. വാളിന്റെ മജ്‌ലിസുകൾ ഉണ്ടാവില്ല, വെക്കുന്നതിനോട് താല്പര്യമില്ല, ഉള്ളവർ തന്നെ ഓൺലൈനിൽ അടയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഇൽമിൻ്റെതാകുന്ന മജ്‌ലിസുകളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ താല്പര്യമില്ലാതായിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് ലോകം എത്തിപ്പെടുമേ. അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖാലൂ, സ്വഹാബത്ത് ഉടനെ ചോദിക്കുകയാണ്, അവ കായിനു ദാലിക യാ റസൂലല്ലാഹ്,
നബിയേ നബിയേ, ഇങ്ങനെയൊക്കെ ഈ ലോകത്തുണ്ടാകുമോ ഹബീബേ? നന്മ കൊണ്ട് കൽപ്പിക്കപ്പെടാത്തതാകുന്ന ഒരു സമൂഹം, തിന്മ കൊണ്ട് വിരോധിക്കപ്പെടാത്തതാകുന്ന ഒരു സമൂഹം. അത്ഭുതത്തോടുകൂടി കേൾക്കുകയാണ്. കാരണം പരിശുദ്ധ പ്രവാചകരുടെ ചാരത്താണ് നിലകൊള്ളുന്നത്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് നിലകൊള്ളുന്ന സ്വഹാബത്ത് മുഴുവൻ അത്ഭുതത്തോടുകൂടി കേൾക്കുകയാണ്. നന്മ കൊണ്ട് കൽപ്പിക്കപ്പെടാത്ത ഒരു കാലഘട്ടം, തിന്മ കൊണ്ട് വിരോധിക്കപ്പെടാത്ത ഒരു കാലഘട്ടം, അത് വല്ലാത്തൊരു മോശമാകുന്ന ഘട്ടമാണല്ലോ. അതൊക്കെ ഇനി ലോകത്തുണ്ടാകുമോ ഹബീബേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, സ്വഹാബാ വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവേതൊരു തമ്പുരാന്റെ കൈകളിലാണോ, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനെ സത്യം, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, സഅശദ്ദു മിൻഹു സയകൂൻ, ഇതിനേക്കാൾ പരിതാപകരമാകുന്ന ഘട്ടത്തിലേക്ക് ലോകമെത്തുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ ഗൗരവമായ തലത്തിലേക്ക് യുവതി യുവാക്കളെത്തും ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ സ്വഹാബത്തിന് അത്ഭുതം. വീണ്ടും അവർ ചോദിച്ചു, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇനി ഇതിനേക്കാൾ വലുതേതാണ്? നന്മ കൊണ്ട് കൽപ്പിക്കുന്നില്ല, തിന്മ കൊണ്ട് വിരോധിക്കുന്നില്ല, ഇനി ഇതിനേക്കാൾ വലുതേതാണ്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കൈഫ അൻതും ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറൻ വൽ മുൻകറ മഅറൂഫ, നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ കടന്നു വരുകയാണ്, തിന്മയുടെ വക്താക്കളായിട്ടാണ് കടന്നു വരുന്നത്. തിന്മകളെ നന്മയായി കാണും അവർ, നന്മയെ തിന്മയായി കാണും. അങ്ങനെ ഒരു കാലഘട്ടം കടന്നു വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും സ്വഹാബാ? സിനിമ കാണരുത് എന്ന് വാല് പറയുന്ന മുസ്ലിയാരെ വേണ്ട, ആ വാളും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു യുഗം ഇന്നത്തെ തലമുറയിൽ വന്നില്ലയോ? ഞങ്ങൾ സിനിമ കാണും, ഞങ്ങളിൽ സീരിയൽ ദർശിക്കും, ഞങ്ങൾ റീൽസ് കളിക്കും, ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കും. ഞങ്ങൾക്കെതിരിൽ ഭാഷണം നടത്തുന്ന മുസ്ലിയാരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുമെന്ന് പറയുന്ന യുഗത്തിലേക്ക് ഒരു കാലഘട്ടം എത്തുമത്രേ. അത് കാണാതെ ലോകം അവസാനിക്കില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇദാ റഅയ്തുമുൽ മഅറൂഫ മുൻകറൻ, നന്മയെ തിന്മയായി കാണും, വൽ മുൻകറ മഅറൂഫ, തിന്മയെ നന്മയായി കാണും. എല്ലാ തിന്മകളും നന്മയായി കാണുന്ന കാലഘട്ടം. ഹജ്ജ് ചെയ്തതാകുന്ന ഹാജിമാര്, 30, 40, 50 ഹജ്ജ് ചെയ്തിട്ടുള്ളതാകുന്ന ഉമ്മമാര്, ഉംറ നിർവഹിച്ചിട്ടുള്ളതാകുന്ന ആളുകൾ, അവരല്ലേ ഗാനമേള ട്രൂപ്പുകൾ നടത്താൻ വലിയ വലിയതാകുന്ന ആളുകളെ പോയി കാണുന്നത്, സിനിമാക്കാരെ പോയി കൈപിടിക്കുന്നത്, സിനിമാ നടിമാരുടെ തോളത്ത് കൈയിട്ടുകൊണ്ട് ജ്വല്ലറികൾ ഉദ്ഘാടിക്കാൻ കൂടെ കൂട്ടുന്നത് ആരാണ്? നിസ്കാരമില്ലാത്ത വ്യക്തിയല്ല, ഇബാദത്തില്ലാത്ത മനുഷ്യനല്ല, ഖുർആനോദാൻ അറിയാത്ത വ്യക്തിയല്ല, സ്വാലിഹായ മനുഷ്യനെന്ന് ജനങ്ങൾ അടയാളപ്പെടുത്തിയ മഹല്ലിന്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ പോലും സിനിമാക്കാരുമായി ബന്ധം വെച്ച് എനിക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണം, എനിക്ക് സിനിമാക്കാരുമായി ബന്ധമുണ്ടാകണം, അതിന് എത്ര കോടികൾ വേണമെങ്കിലും ഞാൻ ചെലവഴിക്കാമെന്ന് പറഞ്ഞ് പണത്തിന്റെ പളവളപ്പ് വിരാജിക്കുന്ന എത്രയോ പണച്ചാക്കുകളുണ്ട്. അള്ളാന്റെ പള്ളിക്ക് വേണ്ടി ഒരു മാസം വരെ ചോദിക്കുമ്പോ അത് കടമാണ്, എത്രയോ മാസങ്ങളായി കൊടുക്കാനുണ്ട്. അള്ളാഹുവിന്റെ പള്ളിക്ക് കൊടുക്കാനില്ല, മദ്രസകൾക്കില്ല, ദീനീ സ്ഥാപനങ്ങൾക്കില്ല, പരിശുദ്ധമാക്കപ്പെട്ട അറബി കോളേജുകൾക്കില്ല, പരിശുദ്ധമാക്കപ്പെട്ട യതീംഖാനകൾക്കില്ല, ഒരു യതീമിന്റെ തലയിൽ തൊടാൻ നയാ പൈസയില്ല, പാവപ്പെട്ടവന്റെ വിശപ്പടക്കാനില്ല, നിരാലംബർക്ക് അവലംബമാകാൻ പണമില്ല, നിരാശർക്ക് ആശ്രയത്വം കൊടുക്കാൻ പണമില്ല. എന്നാൽ യഥേഷ്ടം അവന്റെ കയ്യിൽ പണമുണ്ട്. ഒരു അന്യ പെണ്ണിന്റെ ശരീരത്തിലൊന്ന് തൊടണം, എനിക്കൊന്ന് വ്യഭിചരിക്കണം, അത് അന്യ പെണ്ണാകണം, അതേത് സിനിമാ നടിയായാലും അവൾ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോ അവളുടെ റൂമിന്റെ മുറ്റത്ത് പോയി ഒന്ന് മുട്ടണം, വാതിലൊന്ന് മുട്ടിയിട്ട് കഥകൊന്ന് തുറക്കണം, എനിക്ക് അവളുമായി ശയ്യവലംബിക്കണം, ഉറങ്ങണം. അതിനുവേണ്ടി തയ്യാറായി പണം ചെലവഴിക്കാൻ മുസ്ലിം സമുദായത്തിലെ പണത്തിന്റെ പളവളപ്പിൽ വിരാജിക്കുന്ന ആളുകൾ പോലും തയ്യാറാകുന്ന കാലഘട്ടം കടന്നു വന്നില്ലേ? പിടിക്കപ്പെടുമ്പോ ഒരു ചാള്ളിരിയുമില്ലാതെ നിലകൊള്ളുന്ന ആളുകളില്ലയോ? വലിയ വലിയ പണത്തിന്റെ ആളുകൾ പോലും മുസ്ലിമിന്റെ പേര്, ഇസ്ലാമിന്റെ പേര് കളങ്കപ്പെടുത്തിക്കൊണ്ട് നിലകൊള്ളുന്നവരില്ലയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലയോ, ഇനി ഒരു കാലഘട്ടം കടന്നു വരും സാബാ,
അന്ന് നന്മയെ തിന്മയായി കാണുന്നവരാണ്, തിന്മയെ നന്മയായി കാണുന്ന യുഗമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അത്ഭുതത്തോടുകൂടി സഹാബത്ത് വീണ്ടും ചോദിക്കുകയാണ്, അവ കായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, നബിയേ നബിയേ, ഇതൊക്കെ ഇനി ലോകത്തുണ്ടാകുമോ ഹബീബേ? കേട്ടിട്ട് പേടി വരുന്നു റസൂലേ, നന്മയെ തിന്മയായി കാണുന്ന ഒരു യുഗമുണ്ടാകുമോ? നന്മ കൽപ്പിക്കുന്നില്ലെന്ന് മാത്രമല്ല, തിന്മ വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ചെറുപ്പക്കാര് പിഴച്ചു പോകുമെന്ന് മാത്രമല്ല, യുവതി യുവാക്കൾ നാശത്തിലേക്ക് പോകുമെന്ന് മാത്രമല്ല, നന്മയെ തിന്മയായി കാണും, തിന്മയെ നന്മയായി കാണും. ആ രീതിയിലേക്ക് ലോകം എത്തിപ്പെടുമെന്ന് പറഞ്ഞപ്പോ പേടിച്ചുകൊണ്ട് സഹാബത്ത് ചോദിക്കുകയാണ്, അവ കായിനുൻ ദാലിക യാ റസൂലല്ലാഹ്, അവ കായിനുൻ ദാലിക യാ ഹബീബല്ലാഹ്, ഉണ്ടാകുമോ ഹബീബേ? ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് സംഭവിക്കുമോ? فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി അശദ്ദു മിൻഹു സയകൂൻ, ഇതിനേക്കാൾ വലുത് ഈ ലോകത്ത് കടന്നു വരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇതിനേക്കാൾ വലുതോ? ഇനി എന്താ വലുത്? വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്. കേൾക്കാൻ നിങ്ങൾക്ക് ത്വരയുള്ളതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ ചിറങ്കീഴ് ഭാഗത്തുള്ളതാകുന്ന പറയത്തുകോണം നിവാസികളാകുന്ന പ്രിയപ്പെട്ട വിശ്വാസിനികളാകുന്ന നിങ്ങൾക്ക് താല്പര്യമുള്ളതുപോലെ ഈ വാദിന്റെ മജ്‌ലിസിൽ ലൈവിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസിനികൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾക്കുള്ളതുപോലെ സ്വഹാബത്ത് ചോദിച്ചു, വമാ അശദ്ദു മിൻഹു യാ റസൂലല്ലാഹ്, ഇനി ഇതിനേക്കാൾ വലുത് ഏതാണ്? ഇതിനേക്കാൾ വലുതുണ്ടോ? ഇനിയും വലുത് സംഭവിക്കുമോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ, അവസാന കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോ ഇതിനേക്കാൾ ഭീമമായ ഒരവസ്ഥ വരുമത്രേ. ഏതാണത്? കൈഫ അൻതും ഇദാ അമർതും ബിൽ മുൻകരി, തിന്മ കൊണ്ട് ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന ഒരു കാലഘട്ടം വരുമത്രേ. വനഹീതും അനിൽ മഅറൂഫ്, നന്മ ചെയ്യാൻ നിങ്ങളോട് തടയുകയാണ്, തിന്മ ചെയ്യാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ ഒരു യുഗം വരുമേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നിങ്ങളോട് കൽപ്പിക്കും. എന്ത്? വാ ആനമേള നടത്ത്, ആചാര്യ ഇറങ്ങാതെ എന്താ ആചാര്യ ആശിനൊന്നും മുടക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അല്ലാഹു അക്ബറാവട്ടെ. നിർബന്ധിക്കല്ല, കൽപ്പിക്കുകയാണ്, കൽപ്പന വരികയാണ്. ഇദാ അമർതും ബിൽ മുൻകരി വനഹൈതും അനിൽ മഅറൂഫി, സയ്യിദുനാ റസൂലുള്ളാഹി. തിന്മയെ നിങ്ങളോട് കൽപ്പിക്കും, നന്മയെ നിങ്ങളോട് വിരോധിക്കാൻ വേണ്ടി പ്രത്യേകമായി പറയും. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. ആലോചിച്ചു നോക്ക്. നന്മ കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, തിന്മ വിരോധിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ആ ഒരു കാലഘട്ടം നമ്മളിലെത്തി. രണ്ടാമത്തെ ഒരു കാലഘട്ടത്തിലും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഏതാണത്? തിന്മയെ നന്മയായി കാണുന്നു, നന്മയെ തിന്മയായി കാണുന്നു. ഇന്നത്തെ ജനറേഷൻ ആ ഒരു അവസ്ഥയിലാണ്. തിന്മകളൊക്കെ നന്മയാണ്. ഇപ്പൊ ആർക്കാ ഇപ്പൊ സിനിമ കാണുന്ന വലിയ സംഭവമല്ല, ഒരു വിഷയമില്ല. ഇപ്പൊ 11 ദിവസം കൊണ്ട് 1500 കോടി കഴിഞ്ഞിരിക്കുകയാണ് ഓരോ സിനിമ. കോടിക്കൊന്നും ഇപ്പൊ ഒരു വിഷയമില്ല, അങ്ങ് ഇറങ്ങാണ്. 11-12 ദിവസങ്ങൾ കൊണ്ട്, ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് തന്നെ 1500 കോടി ഏറ്റവും വലിയ ബഡ്ജറ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഇതുവരെ ഇല്ലാത്തതാകുന്ന കോടികളാണ് ഓരോ സിനിമകളിലും കേൾക്കുന്നത്. ആലോചിച്ചു നോക്ക്. 50 കോടി തികയാത്ത സിനിമയില്ല. ഏത് പടം ഇറങ്ങിയാലും അപ്പോഴേ 50 കോടി എന്ന് പറയാം. അതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരുപാട് മാഫിയ ഉണ്ടെന്ന് സിനിമക്കാര് തന്നെ ഈ അടുത്തിടെയുള്ള പത്രസമയങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 50 കോടിയൊന്നും ഇല്ലെങ്കിലും 50 കോടി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടിച്ചങ്ങ് ഇളക്കും. അപ്പൊ കുറെ പേര് കാണാത്തവര് എന്നാ പോയേക്കാം, നമ്മൾ പോയില്ലായിരുന്നു വരെ. അതൊന്ന് 50 കോടി വരാണെങ്കിൽ ഒരുപാട് പേര് പോയി കണ്ടില്ലേ, എന്നാ പിന്നെ നമുക്ക് പോയേക്കാന്ന് പറഞ്ഞിട്ട് കാണാത്തവരും കൂടി പോകും. അങ്ങനെ ഒരു ഹിക്മത്ത് കൂടി അതിനകത്തുണ്ട്. തരികിട പരിപാടി എന്തു ആയിക്കോട്ടെ. 1500 കോടി രൂപ നിലവിൽ വരുന്നു എന്ന് പറയുകയാണ്. ആലോചിച്ച് നോക്കൂ. ഒരു സിനിമ 2 ആഴ്ച റിലീസിംഗ് കൂടെ ചെയ്തതേ ഉള്ളൂ, തിയേറ്ററിൽ ഓടുകയാണ്. ഇതാരാ ഇതൊക്കെ കണ്ടു തീർക്കുന്നത്? ഈ കണ്ടു തീർക്കുന്നതാകുന്ന ആളുകളിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായം ഇല്ലേ?
റമദാനിൽ മുഴുവനും നോമ്പ് എടുത്ത് അതിന്റെ ആത്മീയതയിൽ ഏറ്റവും കൂടുതൽ ഉത്തുംഗതയിൽ നിന്ന് പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദ്ർ സമ്മാനിച്ച് പാപമോചനം നേടിയെടുത്ത മനുഷ്യൻ പെരുന്നാളിന്റെ സുദിനത്തിൽ ഫാമിലി ഒരുമിച്ച് പോയിരുന്നിട്ട് നല്ല പടം കാണാൻ അവല് സഫീർ, ഒന്നാമത്തെ സഫീറുണ്ട്. കരിക്കാനും ഒന്നാമത്തെ സഫീർ, തിയേറ്ററിൽ നമുക്ക് ഒന്നാമത്തെ സഫീർ. ഹാജിയാർക്ക് അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവൻ. അതിന് പൈസ മുടക്കാൻ റെഡിയാണ്. ഹാജിയാരോട് പെരുന്നാളിനന്ന് ബക്കറ്റ് ഫ്രണ്ടിൽ കൂടെ പോയി. ഹാജിയാർ 10 നോട്ട് എടുത്തിട്ട് തിരിഞ്ഞ് അതിനകത്തിട്ട് തിയേറ്ററിൽ പോകുമ്പോഴത്തേക്കും പോപ്കോൺ വാങ്ങാൻ പോപ്കോൺ അഹത്ത് ഹാജിയാറെ കാശ് ഇഷ്ടം പോലെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഹാജിയാർക്ക് അതൊന്നും വിഷയമില്ല. ഐസ്ക്രീം വാങ്ങുന്നു, കുട്ടികൾക്ക് അത് വാങ്ങിച്ചു കൊടുക്കുന്നു, എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകും, മാളിൽ കൊണ്ടുപോകുന്നു, പാർക്കിൽ കൊണ്ടുപോകുന്നു, എവിടെ എന്ത് പരിപാടിക്കും ഉണ്ട്. എത്ര ലക്ഷങ്ങൾ വേണമെങ്കിലും മുടക്കും. ദീനിന്റെ ഒരു വിഷയത്തിൽ വരുമ്പോ വലിയ പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പെരുന്നാളിന് അന്ന് ഉസ്താദിന് കൈമടക്ക് കൊടുത്തതോ പണ്ട് 83 കൊടുത്തോണ്ടിരിക്കുന്ന കൈമടക്കാൻ ഇപ്പോഴും 10 നോട്ട് എടുത്ത് റൗണ്ട് ചെയ്ത് കൈ പിടിപ്പിക്കുക. കള്ള ഹയവാൻ ഇന്ന് വരെ 1 രൂപ കൂട്ടിയിട്ടില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പണ്ട് കൊടുത്ത അതേ തുക തന്നെ ഇപ്പോഴും 83 വല്യപ്പ കൊടുത്ത് കാണിച്ചാണ് 100 രൂപ. അത് തന്നെ ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുക. 90 ആയപ്പോഴും ഈ പൈസ, 2000 ആയപ്പോഴും ഇപ്പോഴും, 2024 ആയപ്പോഴും മാറ്റം വരുമെന്ന് നോക്കുമ്പോൾ ഇപ്പോഴും അത് തന്നെ. ഇപ്പോഴും കൊടുക്കുന്നത് എങ്ങനെയാ? പണ്ടത്തെ അതേ ശൈലി. 10 നോട്ട് എടുത്തിട്ട് റൗണ്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ നല്ല കട്ടിക്ക അത്തീമനേരോട്ട് കൊടുക്കുമ്പോൾ അത്തീപോർക്ക് ഒന്നോ കാര്യമായിട്ടുണ്ടെന്ന് കാര്യമായിട്ട് മുസാഫത്ത് ചെയ്ത് മാനൊക്കെ വെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഈ പൈസ നിലത്തിടത്തില്ല. ആരെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുമെന്ന് കരുതിയിട്ട് കൂടിയ തുകയല്ലേ, അപ്പൊ പതുക്കെ പോക്കത്തിലിട്ടേക്ക്, കമ്മീഷന്റെ പോക്കത്തിലൊക്കെ ഇട്ടു. റൂമിൽ ചെന്ന് പതുക്കെ എടുത്തു നോക്കുമ്പോൾ 100 രൂപ അയവാൻ തന്നത്. നമ്മൾ കരുതി കാര്യമായിട്ട് 10,000 രൂപ ഉണ്ടെന്ന്. നമ്മുടെയൊക്കെ അനുഭവം പറയാട്ടോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇല്ലാത്ത എന്താ പറയുക? ഞാൻ വിചാരിക്കും പെരുന്നാളും കൊണ്ട് കഴിഞ്ഞ ഹത്തീബിന് 5 ലക്ഷം കൊണ്ടാ പോയത് കേട്ടോ. 5 ലക്ഷം രൂപയായിരുന്നു പള്ളിയിൽ നിന്ന്. ഒന്ന് എണ്ണാനിരുത്തി അവസാനം ഒരു പള്ളിയിൽ നിന്ന് എണ്ണിക്കഴിഞ്ഞപ്പോ അവസാനം എണ്ണാനിരുന്നവൻ 500 രൂപ ഇട്ടിട്ട് പോയി. അള്ളാഹു നമ്മളെ കാക്കുമാറാവൻ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കാരണം നാട്ടിലുള്ളതാകുന്ന പണച്ചാക്കുകളുടെ മുഴുവൻ കണക്കെടുത്തിട്ട് പള്ളികളെ വിലയിരുത്തരുത്. പള്ളിയിലെ ഹത്തീബിന് ഇതെല്ലാം കൂടി കൊണ്ടുപോകാന്നുള്ള ധാരണയാണ്. അന്നും ഇന്നും പെരുന്നാൾപ്പൊടി കൊടുക്കുന്ന 100 രൂപ മേളിൽ കൊടുക്കില്ല. 500 രൂപ വളരെ വിരളം, വളരെ കുറച്ചാണ്. ആരായി കൊടുക്കുന്നത്? ഇതേ ഹാജിയാര് തന്നെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് കെട്ടിവെച്ചതാകുന്ന താത്തായെ കൊണ്ടുവന്നിട്ട് ഇഷ്ടം പോലെ കൊടുക്കുക. 40 ലക്ഷം 50 ലക്ഷം കൊടുക്കുക. ഒരു കുഴപ്പമില്ല. താത്തായുടെ കൂടെ ഒരു ഫോട്ടോ എടുത്താൽ മതി. ഈ ഹാജിയാര് അപ്പൊ കാശില്ലാത്ത ആളല്ല. എത്രത്തോളം കുരുത്തക്കേടുകളും എത്രത്തോളം തെറ്റുകളുമാണ് ഈ സമുദായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാലഘട്ടത്തിൽ സമുന്നതരാകുന്ന സാദാത്യങ്ങളെയും ഉലമാക്കളെയും കൊണ്ടുവന്ന് ഉദ്ഘാടിച്ചിരുന്നതാകുന്ന ജ്വല്ലറികളും ടെക്സ്റ്റൈൽ ഷോപ്പുകളും ഒക്കെ ഇന്ന് സിനിമാ നടിമാരെയും സിനിമാ നടന്മാരെയും കൊണ്ടുവന്ന് ഉദ്ഘാടിക്കുന്ന തരത്തിലേക്ക് തരം താഴ്ന്നുപോയി മുസ്ലിം സമുദായത്തിന്റെ മതനേതാക്കൾ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എങ്ങനെ പറയാതിരിക്കും? പറയുന്നതിനൊന്നും നമുക്കൊരു ലജ്ജയില്ല. അതിനൊന്നും ഒരു മടിയും വെക്കേണ്ട കാര്യമില്ല. ഇത് പറഞ്ഞതിന്റെ പേര് ഇനി നിങ്ങൾ നാളെ മുതൽ എന്തെങ്കിലുമൊക്കെ സദസ്സിൽ നിന്ന് ഒഴിവാക്കും, ഒരു വിഷയമില്ല. റാഹത്ത്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. ഒരു കുഴപ്പമില്ല. ഇത് പൊള്ളലേൽക്കുന്നത് ആർക്കാ? ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്കേ ഉള്ളൂ. ഇസ്ലാമിന്റെ എല്ലാ ആദർശങ്ങളിൽ നിന്നും അവർ ഒഴിവായിക്കൊണ്ടാണ് ചെയ്യുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ദീനിൽ അടിയുറച്ച് നിൽക്ക്, ദീനിൽ അടിയുറച്ച് നിൽക്ക്. ഞങ്ങൾ ഉസ്താദിനെ കൊണ്ടുവന്നല്ലോ, പള്ളിയിലെ ഉസ്താദിനെ കൊണ്ടുവന്നു, മാരിലെ ഉസ്താദിനെ കൊണ്ടുവന്നു, മുത്താലിങ്ങളെ കൊണ്ടുവന്നു. എപ്പോ കൊണ്ടുവന്നു? രാത്രിയിൽ അരന്റെ വെളിച്ചത്തിൽ സുബഹിക്ക് മുമ്പ്. നേരം വെളുത്ത കഴിഞ്ഞ ഇവരുടെ മുഖം കാണണ്ടെന്നാ പറയും. അരന്റെ വെളിച്ചത്തിൽ കൊണ്ടുവന്നിരിക്കാൻ ഷട്ടർ മുക്കാലും താഴ്ത്തിയിട്ടിട്ട് താഴെ കൂടെ എഴഞ്ഞ് അകത്ത് കയറി. അല്ലെങ്കിൽ പുറവ് വഴി ഒരു വഴി വെച്ചിട്ടുണ്ടാവും. ആ വഴിയിലുള്ള ഫ്രണ്ടിൽ കൂടെ അവള് വരാനുണ്ട്, കെട്ടിവെച്ച താത്ത വരാനുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട് വഴി കിടത്തില്ല, പുറവ് വഴി കയറി അകത്ത് കയറി മെഴുകുതിരി കത്തിക്കുള്ളൂ. ലൈറ്റ് ഇടത്തില്ല. ലൈറ്റൊക്കെ ഇട്ട മൊത്തം പ്രകാശമാവൂലേ. ലൈറ്റ് മെഴുകുതിരി വെളിച്ചത്തിൽ ഇരുന്നിട്ട് ഒരു ഹാസ്യനോദി ദ്വാരന്നിട്ടുണ്ട്. ബർക്കത്താക്കണം. ഇതൊക്കെയല്ലേ നമ്മുടെ സമുദായം. എന്നിട്ട് അത് കഴിയുമ്പോൾ കൊടുക്കുന്ന തുകയുടെ കാര്യം ഇപ്പൊ ഈ പറഞ്ഞത്, നേരത്തെ പറഞ്ഞ തുക. അവസാനം വരുന്ന മറ്റേ താത്താക്കോ അല്ലെങ്കിൽ സിനിമാ നടനോ 40 ലക്ഷം 50 ലക്ഷം. എന്തൊക്കെ സംവിധാനങ്ങളെ രീതിയാൽ ചെയ്തിരുന്നു. എടാ, പൈസ കൊടുക്കണതല്ല, വേർതിരിവ്. മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ ദീനിനോട് കാണിക്കുന്ന താല്പര്യം എത്രത്തോളം ഉണ്ട് എന്ന് ആലോചിച്ചു നോക്ക്. നമ്മൾ തന്നെയാണ് ഈ സമുദായത്തിന്റെ വില ഇത്രത്തോളം ഇടിച്ചു താഴ്ത്തിയത്. പള്ളിയിലെ ഖത്തീബുമാരുടെ ഒക്കെ റൂം കൊണ്ടുവന്ന് സ്റ്റെയർ കേസിന്റെ അടിയിൽ കൊണ്ടുവന്ന് വിത്തിയ.
ബാറ്ററി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ബാറ്ററിയുടെ നെഞ്ചത്താണ് റൂം. ബാറ്ററിയോടൊപ്പം അതിന്റെ അടിയിൽ തല വെച്ച് കിടക്കുക. ഇപ്പൊ കുറെയൊക്കെ മാറ്റം വന്നിട്ട് എങ്കിലും ഞാൻ പറയാ, നമ്മുടെ അഖിലുകാരെങ്കിലും ഉസ്താദുമാർ ഒരു കാറിൽ സഞ്ചരിക്കുന്ന കണ്ട ഏറ്റവും വലിയ അസൂയ ആർക്ക മഹലിൽപ്പെട്ടവർക്ക് തന്നെ. കാറെടുത്ത് കൊള്ളാലോ, നല്ല കാശുണ്ട്. ആര് കാശ് കൊടുത്തു? നീ കൊടുത്ത കാശിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞത്. പെരുന്നാളിന് 10 വോട്ട് കൊടുത്ത കാര്യം. ഇതൊക്കെയാണ് ഈ സമുദായം. അതായത് നമ്മുടെ സമുദായത്തിന്റെ പ്രശ്നമാണ് ഈ പറയുന്നത്. നമ്മുടെ സമുദായം, നമ്മുടെ മഹലിലെ ഉസ്താദുമാര് നല്ല രീതിയിൽ നല്ലൊരു വാഹനം, നല്ലൊരു വസ്ത്രത്തിൽ പോകുന്നതാണ്ട മാഷാ അല്ലാ എന്ന് പറയില്ല, ഉടനെ അയാളെ നശിപ്പിക്കാൻ നോക്കുകയാണ്. അയാൾ ഇവിടെ ഇരുത്തണം, അയാൾ ഇവിടെ നിന്നിട്ട് എന്തൊക്കെ ചികിത്സയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, നല്ല കാശുണ്ട്, കണ്ടില്ല വണ്ടിയൊക്കെ എടുത്തുണ്ട്. 5 പൈസ കൊടുത്തിട്ടുമില്ല, ഇവനെ കൊണ്ട് ലോക ഫിത്തിനെയും. ഇതൊക്കെയാണ് നമ്മുടെ സമുദായം. നാക്ക് നേരെ ചൊവ്വയില്ല. പിന്നെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും സഹോദരങ്ങൾ? അതേസമയത്ത് മറ്റു സമുദായത്തിന്റെ ആളുകളെ നോക്കുക നിങ്ങൾ. ക്രൈസ്തവ സമുദായത്തിന്റെ പാതിരിമാർ, അവരൊക്കെ താമസിക്കുന്ന ബിഷപ്പ് ഹൗസുകൾ. എന്റെ നാട്ടിലോട്ട് പോവാ, കോട്ടയം ജില്ലയിൽ പോയി ബിഷപ്പ് ഹൗസുകൾ കാണും. ഏക്കർ കണക്കിന് ഭൂമിയിൽ അവർ തന്നെ സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുക അച്ഛന്മാർക്കുള്ള റൂം. വലിയ ബിഷപ്പ് ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇന്നുവരെ കണ്ടിട്ടുണ്ടാവൂലേ. ഇത് കണ്ടവർക്ക് മനസ്സിലാവുള്ളൂ അവർ കൊടുക്കുന്ന സ്ഥാനം എത്രയാണ്. അതുപോലെ ഓരോ മതത്തിൻ്റെതാകുന്ന അഖിലുകാരും, ഹൈന്ദവ മതത്തിലായിരുന്നാലും അവരൊക്കെ അവരുടെ മേലധ്യക്ഷന്മാർ കൊടുക്കുന്നതാകുന്ന സ്ഥാനം എത്രയാണ്. നമ്മൾ ഈ സമുദായം നമ്മൾ തന്നെ വില പരിപൂർണമായി ഇടിച്ചു താഴ്ത്താൻ. വർത്തമാനം മോശം, സംസാരം മോശം, യുവാക്കൾ യുവതികൾ ആവശ്യമില്ലാത്തതൊക്കെ ആവശ്യമില്ലാത്തത് പറയുന്നു. ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ കിട്ടുന്നതൊക്കെ ആവശ്യമില്ലാത്തത് എഴുതി വിടുന്നു. ആരെങ്കിലും ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ, മദ്രസയിൽ അല്ലെങ്കിൽ പള്ളിയിൽ ഒരു തെറ്റ് ചെയ്താൽ, ആ വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ അല്ലേ ചോദ്യം ചെയ്യപ്പെടേണ്ടത്? ആ ഒരു വ്യക്തിയല്ലേ മാറ്റി നിർത്തപ്പെടേണ്ടത്? എല്ലാ മതത്തിലും അങ്ങനെ തന്നെയല്ലേ? ക്രൈസ്തവ മതത്തിന് ഒരു പാതിരി തെറ്റ് ചെയ്താൽ, ഒരു അച്ഛൻ തെറ്റ് ചെയ്താൽ, അദ്ദേഹമാണ് ആ മതത്തിൻ്റെതാകുന്ന ആദർശത്തിൽ വൈരുദ്ധ്യമുണ്ടാക്കിയത്, വൈകല്യമുണ്ടാക്കി. അദ്ദേഹത്തെയാണ് പ്രയാസപ്പെടുത്തേണ്ടത്, അവരെയാണ് കേസുമായി ബന്ധപ്പെട്ട് നിലകൊള്ളേണ്ടത്. അത് യാഥാസ്ഥിതികതയാണോ യഥാർത്ഥതാണോ എന്ന അന്വേഷണം വെച്ചിട്ട് അവരെയല്ലേ പ്രയാസപ്പെടുത്തണം. ഇത് എല്ലാവരെയും ബാധിപ്പിക്കുന്നതിലേക്ക് മൂല്യന്മാരല്ല ഇത് തന്നെ പരിപാടി, മരക്കരുന്ന് കൊണ്ടടിച്ചിട്ട് തന്നെ കളി എന്നും പറയാൻ അങ്ങ് തുടങ്ങുക. ഇതിന് ഏറ്റവും കൂടുതൽ പണി കൊടുക്കുന്ന ആരാ? നമ്മുടെ അഖിലുകാർ തന്നെ അതിനിറങ്ങിത്തിരിക്കുക. കാരണം എന്താ? അവസാന കാലഘട്ടം എത്തുമ്പോൾ ദീനിനോടുള്ള മഹബത്ത് കുറയും. അങ്ങനെയാണ്. നിന്റെ മനസ്സിൽ ഈമാനില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവെന്താണെന്ന് ചോദിച്ചാൽ, നിനക്ക് ആലിമീങ്ങളോട് ബഹുമാനമുണ്ടോ എങ്കിൽ നീ ദീനിനോട് മഹബത്തുള്ളവനാണ്. മുത്തഅല്ലിമീങ്ങളോട് ഇഷ്ടമുണ്ടോ എന്നാൽ നീ ദീനിനോട് മഹബത്തുള്ളവനാണ്. അവരെ കാണുമ്പോൾ മുങ്ങി നടക്കുന്ന ആളുകളുണ്ട്. എത്ര കച്ചവടക്കാരുണ്ട്, എത്രയോ മുതലാളിമാരുണ്ട്. സ്വന്തം മഹല്ലത്തിലെ ഖത്തീബിനെ ഇന്ന് വരെ പരിചയപ്പെടാത്തതാകുന്ന എത്രയോ മുതലാളിമാരുണ്ട്, എത്രയോ ആളുകളുണ്ട്. എന്നാൽ സാധാരണക്കാരൊക്കെ പോയി കൈയെടുത്തിട്ടുണ്ടാവും. ഈ മുതലാളി പരിചയപ്പെടാത്തതെന്താ? പരിചയപ്പെട്ട പെരുന്നാളിലെന്ന് എന്തെങ്കിലും കൈമടക്കണ്ടേ? എടാ, ഒരു മഹല്ലത്തിൽ 500 കുടുംബമുണ്ട്. ഇപ്പൊ ഇവിടെ നേരത്തെ ഉദ്ഘാടന ഭാഷണത്തിൽ എന്തോ സൂചിപ്പിക്കേണ്ട ഏകദേശം 1800ഓളം കുടുംബം നമ്മുടെ കാട്ടുപുറാക്കൽ ജമാഅത്തിലുണ്ട്. ആ ജമാഅത്തിലെ ഓരോ അംഗങ്ങളും ഖത്തീബും അവിടുത്തെ ഉസ്താദുമാരുമായിട്ട് ബന്ധം വേണം, മുഅല്ലിമീങ്ങളുമായിട്ട് ബന്ധം വേണം, മുഅദ്ദിനുമായിട്ട് ബന്ധം വരണം. അവർക്ക് എല്ലാ വീടുകളിലും പോയി നടന്നിട്ട് ബന്ധം സ്ഥാപിക്കൽ അവർക്ക് പ്രയാസമാണ്. പള്ളിയിലെ മഹല്ലത്തിലെ ഉസ്താദുമാരുമായിട്ടൊരു കണക്ഷൻ ഏത് വ്യക്തിക്കും അനിവാര്യമാണ്. എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ മാത്രം കയറി ചെല്ലാനുള്ള ഇടമല്ല പള്ളി എന്ന് പറയുന്നത്. സന്തോഷത്തിന്റെ സമയങ്ങളിലും സന്താപ വേളകളിലും 5 വഖത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇബാദത്തുമായി കണക്ഷൻ വെക്കേണ്ട സ്ഥലമാണ് അല്ലാഹു പള്ളി. അതുകൊണ്ട് പുരുഷന്മാര് ശ്രദ്ധിക്കും, സ്ത്രീകളല്ല, പുരുഷന്മാര് ശ്രദ്ധിക്കും. അവര് ജമാഅത്തുമായി വന്ന് ഉസ്താദുമാരുമായിട്ടൊരു ബന്ധം, എപ്പോഴും ഒരു കണക്ഷൻ ഇടണം. അങ്ങനെ കണക്ഷൻ ഇടാത്ത എത്രയോ ആളുകൾ ഓരോ മഹല്ലത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ തലമുറയിൽ, പുതിയ ജനറേഷനിലാണ് ഈ സംസാരം. പണ്ടങ്ങനെയല്ല. പണ്ട് എല്ലാവരും പോയി ബന്ധം വെക്കും, മുസാഫഹത്ത് മുആനക്ക ചെയ്യും. ഇന്ന് പെരുന്നാളിന് പോലും മുസാഫഹത്ത് ചെയ്യാതെ പുറവ് വഴി കണ്ടം വഴി ഇറങ്ങി ഓടുന്ന കൗമാണ് നമ്മുടെ കൗമിൽ 80%. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പറയുമ്പോ പുള്ളിയിട്ട് കാര്യമൊന്നുമില്ല, പച്ചയ്ക്ക് പറയാണ്. ഒന്നാമത്തെ ദിവസമല്ലേ, ശരിക്കും തുടക്കം തന്നെ നല്ലപോലെ ഇരിക്കട്ടെ. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. തുടക്കം നന്നായ ഒടുക്കം നന്നാവും എന്നാണ് ബാക്കിയുള്ള ഉസ്താദുമാർക്കൊക്കെ ഒരു പ്രചോദനം. യാ അല്ലാഹ്, അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കും. നന്മ ചെയ്തത് എടുത്തു പറയും, അതിനൊന്നും യാതൊരു വിഷയമില്ല. ചില ആളുകൾ പള്ളിക്ക് വേണ്ടി നല്ല രീതിയിൽ സംഭാവന ചെയ്യുന്നുണ്ട്, സ്ഥലം കൊടുക്കുന്നുണ്ട്, മദ്രസയ്ക്ക് സഹായിക്കുന്നുണ്ട്, ദീനീ സ്ഥാപനങ്ങളെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ സഹായിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളൊക്കെ വൃത്തിയായി നടന്നു പോകുന്നത്. എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്. പക്ഷെ അവർക്ക് മാത്രമുള്ളതല്ലല്ലോ ദീൻ. ദീൻ എല്ലാവർക്കും ഉള്ളതല്ലേ. ബാക്കിയുള്ളവർ എന്തുകൊണ്ടത് ശ്രദ്ധിക്കാതെ പിറകോട്ട് മാറി നിൽക്കുന്നു? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് വേണ്ട നാളെ ആഖിറത്തിൽ പ്രതിഫലം, നിങ്ങൾക്ക് വേണ്ട ഈ ദുനിയാവിലും പ്രതിഫലം. ദുനിയാവും ആഖിറവും നമുക്ക് രക്ഷപ്പെടണ്ടേ?
നമ്മൾ അവസാന കാലഘട്ടത്തിന്റെ വക്താക്കളായി മാറാൻ പാടില്ല. ദീനിനോട് മഹബ്ബത്തില്ലാത്തവരായി മാറാൻ പാടില്ല. പള്ളികളോട് യാതൊരുവിധ താല്പര്യമില്ലാത്തവരായി മാറാൻ പാടില്ല. അൽ മസാജിദു ബുയൂത്തുല്ലാഹി ഫിൽ അർള് തുളിഉ ലിഅഹ്ലി സമാ കമാ തുളിഉ നുജൂമുസ് സമാഇ ലിഅഹ്ലിൽ അർളി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അൽ മസാജിദു ബുയൂത്തുല്ലാഹി ഫിൽ അർള്, ഈ ലോകത്തുള്ളതാകുന്ന എല്ലാ പള്ളികളും അല്ലാഹുവിൻ്റെതാകുന്ന വീടാണ്, ഭവനമാണ്. തുളിഉ ലിഅഹ്ലി സമാ, ആകാശത്തുള്ളവർക്ക് വേണ്ടി ദുനിയാവിലുള്ള പള്ളികൾ മുഴുവനും പ്രകാശം പൊഴിക്കുന്നുണ്ട്, പ്രകാശിക്കുന്നുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കമാ തുളീഉ നുജൂമുസ് സമാഇ ലിഅഹ്ലിൽ അർളി, ആകാശസീമയിൽ രാത്രിയിൽ നീ കണ്ണു നോക്കുമ്പോ നിനക്ക് കാണാൻ സാധിക്കുന്ന മനോഹരമാകുന്ന നക്ഷത്രങ്ങളെ കാണുന്നില്ലേ, താരകങ്ങളെ കാണുന്നില്ലേ, പ്രകാശം പൊഴിക്കുന്നതാകുന്ന നക്ഷത്രങ്ങളെ ഭൂമിയിലിരുന്നു കൊണ്ട് ആകാശത്ത് നീ കാണുന്നത് പോലെ ആകാശത്തുള്ളവർ ഭൂമിയിലെ പള്ളികൾ മുഴുവനും പ്രകാശിക്കുന്നതായി അവർ കാണുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ആകാശത്തുള്ളവരാരാ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ ഫിസ് സമാഇ മൗളിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. ആകാശലോകത്ത് ഓരോ ചവിട്ടടി വെക്കുമ്പോഴും അവിടെയൊക്കെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആകാശലോകത്ത് ഓരോ ചവിട്ടടിയിലും മലക്കുകളാണ്. ആ മലക്കുകൾ മുഴുവനും ഭൂമിയിലുള്ളതാകുന്ന ഓരോ പള്ളികളും കണ്ട് സന്തോഷിക്കും, അവർക്ക് പ്രകാശം പൊഴിക്കും ഈ പള്ളികൾ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഈ പള്ളിയുടെ പേര് തന്നെ മസ്ജിദുൻ നൂർ എന്നാണ്, പ്രകാശിക്കുന്ന മസ്ജിദ് എന്നാണ്. അല്ലാഹു അതേ നിലയിൽ തന്നെ നിർത്തുമാറാവട്ടെ. ഇനി പേര് അതല്ല എങ്കിൽ പോലും ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലുമുള്ള എല്ലാ പള്ളികളും പ്രകാശം പൊഴിക്കും ആകാശത്തുള്ളവർക്ക് വേണ്ടി. അവരിങ്ങനെ നോക്കുമ്പോ നമ്മൾ ആകാശത്ത് നോക്കിയിട്ട് നക്ഷത്രങ്ങൾ പ്രകാശം പൊഴിക്കുന്നത് കാണുന്നത് പോലെ ദുനിയാവിലുള്ള എല്ലാ പള്ളികളും ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുന്നതായിട്ട് മലക്കുകൾക്ക് മനസ്സിലാകും എന്ന് ഹബീബ് റസൂലുള്ളാഹി. വലിയ സ്ഥാനമാണ് പള്ളിക്ക് അല്ലാഹു. ആ പള്ളിയെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ആ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാകുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ജാഗ്രത പുലർത്തണം, നല്ലതുപോലെ സംഭാവനകൾ നൽകണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. ആ ബക്കറ്റൊന്നും കൊണ്ടുവന്നോളൂ ഇൻഷാ അല്ലാഹ്. നമുക്ക് ഇൻഷാ അല്ലാഹ് പള്ളിക്ക് വേണ്ടി ഒരു സ്ഥലം, ഒരു 9.5 സെന്റ് 10 സെന്റോളം അടുത്തൊരു സ്ഥലം അപ്പുറത്ത് ഇൻഷാ അല്ലാഹ് വാങ്ങണം. അതിന് ഏകദേശം നമുക്ക് 15 ലക്ഷം രൂപയോളം ചെലവാണ്. അത് വലിയ തുകയൊന്നുമല്ല. അതൊക്കെ ഒറ്റ ആള് കൊടുക്കുന്ന അഹ്ലുകാരുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മാലിക് ദിനാറ് പള്ളി പണിതപ്പോ ഒരാൾ കൈവക്കി, പള്ളി നമ്മൾ പണിതോളാന്ന് പറഞ്ഞു. അപ്പൊ ഇവർ പറഞ്ഞു ബഡ്ജറ്റ് വലുതാണ്. എത്ര ബഡ്ജറ്റ് ആയാലും കുഴപ്പമില്ല. അവസാനം പണിത് വന്നപ്പോ എത്രയായി? 10 കോടി രൂപയായി. ഒരാളാ മുടക്കിയത്, ഒറ്റ ഒരാള്. വെറുതെ ബാക്കിയുള്ളവരും മെനക്കെടുത്തുണ്ട്. അസ്സലാമു അലൈക്കും, നമ്മൾ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനത്തെ അഹ്ലുകാരുണ്ട്. അതാണ് കാസർഗോഡ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. വാളിന് പറ്റിയ നാട് കാസർകോട, കൂട്ടാന്റെ കാര്യം തമ്പുരാനെ പാടാ. എന്റെ ഉമ്മാടെ ഉപ്പ തഴവ ഉസ്താദിന്റെ വരികളാണ് എന്ന് പറഞ്ഞാൽ മവാഹിബുൽ ജില്ലയിലൊന്നും ഉള്ളതല്ല, അന്ന് അവിടുത്തെ നാട്ടുകാരെ കുറിച്ച് പാടി. വാളിന് പറ്റിയ നാട് കാസർഗോഡാണ്. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ്. അല്ലാഹു അത് നിലനിർത്തുമാറാവട്ടെ. ഉസ്താദുമാരോട് ചോദിച്ചറിയാം, വാള് പറയുന്ന ഉസ്താദുമാരോട് ചോദിച്ചാൽ ഇപ്പൊ നമ്മള് ആ നാട്ടിൽ വാളിന് വേണ്ടി ചെല്ലുമ്പോൾ ഒരു നാട്ടിൽ ഇവിടെ പ്രസംഗം, അപ്പുറത്ത് നൈമി ഉസ്താദിന്റെ പ്രസംഗം, അപ്പുറത്ത് വേറെ ഉസ്താദിന് വാക്കു ഉസ്താദിന്റെ പ്രസംഗം. ഇങ്ങനെ ഏത് ഉസ്താദുമാര് പ്രസംഗിച്ചാലും അവിടെ ഒക്കെ ആളുണ്ട് എന്നുള്ളതാണ്. എല്ലായിടത്തും ആളുണ്ടാവും. ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആളുണ്ടാവും. അവിടെയൊക്കെ സദസ്സുണ്ടാവും, അവിടെയൊക്കെ ആളും ഉണ്ടാവും. പെരുന്നാൾ കിട്ടി അങ്ങോട്ട് കൊടുത്തു വെച്ചു. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. എല്ലാ മുറാദുകളും അല്ലാഹു ഹാസിലാക്കട്ടെ. എല്ലാവരും നല്ലൊരു സദക്ക ചെയ്ത് ഇൻഷാ അല്ലാഹ് നോക്കട്ടെ. പെണ്ണുങ്ങളൊക്കെ വള ഊരാൻ റെഡിയായിരിക്കണം, വേഗം ഇട്ടോളി കേട്ടോ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ.
രാമ്യം പറയാം, അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. 15 ലക്ഷം രൂപയാണ് അപ്പൊ അത് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്ത് വെച്ച് 25,000, 10,000, 5,000 ഒക്കെ കഴിയുന്ന ആളുകൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധ ചെലുത്തണം. ഇന്ന് തുടക്ക ദിവസമാണ്. ഇന്നത്തെ ദിവസം തന്നെ ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്ത് വെച്ച് കരുതിയിരുന്നു ആ സ്ഥലം ഇൻഷാ അല്ലാഹ് നമുക്ക് വാങ്ങിയെടുക്കണം. അള്ളാഹു ഈ സദസ്സുകളിലൂടെ പരിപൂർണമായി അതിന് തൗഫീഖ് നസീബാക്കുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഈ നാട്ടിൽ ഒരുപാട് അന്യ സമുദായത്തിൽപ്പെട്ട സഹോദര സഹോദരിമാരടക്കം നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അവർക്കും അള്ളാഹു എല്ലാവിധ നന്മയും സന്തോഷവും അള്ളാഹു നസീബാക്കട്ടെ. വളരെയേറെ സന്തോഷത്തിലും ഐക്യത്തിലുമാണ് അവർ കഴിയുന്നത്. വളരെ മതസൗഹാർദ്ദത്തിന് വളരെ കേളികെട്ട ഒരു നാട് കൂടിയാണ് നമ്മുടെ നാട്. സ്ഥാപനങ്ങൾക്കും ദീനിനും പള്ളികൾക്കും മദ്രസകൾക്കും ഒക്കെ യാതൊരുവിധ പോറലേൽക്കാതെ ഞങ്ങൾ അതിനെ സംരക്ഷിക്കാനുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവിധ പിന്തുണയും നമ്മുടെ നാട്ടിലുള്ളതാകുന്ന ഇതര സമുദായത്തിലെ സഹോദരങ്ങളും സഹോദരിമാരും നമുക്ക് നൽകിക്കൊണ്ടിരിക്കാൻ ആ ഒരു സാഹോദര്യ ബന്ധം അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അതിലെല്ലാവിധ നന്മയും സന്തോഷവും അവരെ അറിയിക്കാൻ, അവർക്ക് പ്രത്യേകമാകുന്ന നന്മകൾ പ്രത്യേകമായി നേരുകയും ചെയ്യുകയാണ് ഈ സദസ്സിലൂടെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ സമുദായത്തിൽ പിന്നെ ഒരിക്കലും ഈ വിഷയങ്ങളിലൊന്നും പിന്നോക്കം നിൽക്കരുത്. നമ്മളൊക്കെ സഹായിക്കണം. ثانيال أمثال لا إله إلا الله محمد رسول الله. അള്ളാഹു ഞങ്ങൾ ഈ നൽകുന്ന സദഖ നീ സ്വീകരിക്കണേ അല്ലാ. നിയ്യത്തുകൾ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ, പ്രയാസ, അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ളതിൽ പരിപൂർണമായി ബറക്കത്ത് ചൊരിയണേ അല്ലാ. കണ്ണേറ് വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് അസൂയാലുക്കളുടെ അസൂയ തൊട്ട് മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. നൽകിയിട്ടുള്ള സർവ്വ നിഅമത്തുകൾ നിലനിർത്തണേ അല്ലാ. അത് കൂടുതൽ വിശാലമാക്കി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് അതിലേക്ക് ചോദിക്കും. ഞാൻ ഒരുപാട് നീട്ടിക്കൊണ്ട് പോവില്ല. നമുക്കൊരു അരമണിക്കൂർ കൂടി ഇരിക്കൂലേ? അജയരെ ഇരിക്കൂലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആഫിയത്ത് അല്ലാഹു നസീബാക്കട്ടെ. അൽ ബറക്കത്തു മഅൽ അകാബിർ. നിങ്ങളിൽ പ്രായമുള്ളവരിലാണ് ബറക്കത്തെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. താടിയും തലമുടിയൊക്കെ നരച്ചിട്ടുള്ള ധാരാളം ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ഈ മജ്ലിസിലുണ്ട്. നിങ്ങൾ ഈ ലോകത്ത് നിന്ന് അസ്തമിച്ചാൽ പിന്നെ കഴിഞ്ഞു ഈ നാടിന്റെ എല്ലാവിധ ഐശ്വര്യവും. അതാണ് പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനം. പ്രായമുള്ള ആളുകൾ മജ്ലിസിലുണ്ടാകുമ്പോൾ നബിതങ്ങൾ ഭക്ഷണത്തലികയിൽ കൈവെക്കൂല. അവര് തൊടാതെ അവരാദ്യം കഴിക്കണം. എത്ര വലിയ മാതൃകയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. വാപ്പായും ഉമ്മായും ജീവിച്ചിരിക്കുമ്പോ അവരുടെ സംതൃപ്തിയില്ലാതെ നമ്മൾ കൈവെക്കാൻ പാടില്ല. പൊതുവെ വാപ്പായുമാരുടെയും പൊരുത്തം ഉണ്ടാവും. അതുകൊണ്ടാണ് മക്കൾ ആദ്യം പലയിടത്തും നീ ഭക്ഷണം കഴിക്കുക. ഉമ്മായും വാപ്പ ഏറ്റവും ലാസ്റ്റാ കഴിക്കുക. പൊരുത്തം ഇല്ല എന്ന് ഉറപ്പ് വന്നാൽ കൈവെക്കാൻ പാടില്ല. പരമാവധി ഏറ്റവും നല്ലത് ഒരുമിച്ചിരുന്ന് കഴിക്കുക. അവര് തുടങ്ങട്ടെ ബിസ്മിയല്ലി. അപ്പോൾ അതിലൊരു ഖൈറുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. പുതിയ തലമുറയാകുന്ന ചെറുപ്പക്കാരോട് സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഈ യുവത്വ കാലഘട്ടം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാലഘട്ടമാണ്. ഇത് ആരോഗ്യമുള്ള കാലഘട്ടം, സിഹത്തുള്ള കാലഘട്ടം. ആ യുവത്വ കാലഘട്ടത്തെ ശരിക്ക് ദീനിനു വേണ്ടി വിനിയോഗിക്കണം. ഈ സമയത്തുള്ള നിസ്കാരങ്ങൾ നല്ലതുപോലെ ശ്രദ്ധ ചെലുത്തണം. പലപ്പോഴും പ്രായമേറി വരുമ്പോഴാണ് ആളുകൾ നന്നാവാൻ തുനിയുന്നത്. അത് പാടില്ല എന്നാണ്. എന്തുകൊണ്ട്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്താകുന്ന നമുക്ക് ആയുസ് വളരെ കുറവാണ്. അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിന്റെ ആയുസ്. വഅഖല്ലുഹും മയ്യജൂദു ദാലിക. ഹദീസ് അങ്ങനെയാണ് നിർത്തുന്നത്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അത് വിട്ടുകിടക്കുകയുള്ളൂ എന്നും സയ്യിദുനാ റസൂലുള്ളാഹി. 70 കഴിഞ്ഞ ആളുകൾ വളരെ കുറവായിരിക്കും. എത്ര പേരുണ്ട് ഈ മജ്ലിസിൽ? ഒന്ന് 70 കഴിഞ്ഞവരൊന്ന് കൈയുയർത്തിക്ക്. എത്ര പേരുണ്ട്? 1 2 3 4
മാഷാ അല്ലാഹ്. അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, അല്ലാഹു സിഹത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലേ 74 അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, സിഹത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പൊ 5 പേരെ കിട്ടി. നോക്കൂ നിങ്ങൾ, ഇത്രയും ആളുകൾ വന്നതിൽ 5 പേരാണ്. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനുടെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ഈ അഹ്ലുകാരാണ്. 70-നപ്പുറം എത്തുന്ന ആളുകൾ കൂടുതൽ ശുക്റിലാകണം. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള ആയുസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ ലോട്ടറി അടിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. വളരെ നല്ല സന്തോഷത്തിന്റെ ദിവസങ്ങളാണ്. ഇനി മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയണം ഇനിയുള്ള ഓരോ ദിവസങ്ങളും. എന്നാൽ 60 എത്തിയവനും 40 എത്തിയവനും പ്രതീക്ഷിക്കണ്ട എന്നല്ല. മുതഅല്ലിമല്ലാത്ത ദീനുമായി ബന്ധപ്പെട്ട ജീവിതം നയിക്കാത്ത മുഴുവൻ ആളുകളും എപ്പോഴും മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിലകൊള്ളണം. എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും, നിങ്ങളുടേതാകുന്ന ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളുണ്ട് കേട്ടോ. ഫഹ്ദറൂഹും, അവരെ ജാഗ്രത പുലർത്തിക്കൊണ്ട് ശ്രദ്ധിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും വഇൻ തഅഫൂ വതസ്ഫഹൂ വതഗ്ഫിറൂ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. إنما أموالكم وأولادكم فتنة والله عنده أجر عظيم. മക്കൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിട്ടുള്ളതാകുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പരിശുദ്ധമായ ഖുർആനിന്റെ താക്കീതാണ്, ഉണർത്തലാണ്. വിശ്വാസിനികളോട് അല്ലാഹു പഠിപ്പിക്കുകയാണ്, അല്ലയോ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, നിങ്ങളെ ഭാര്യമാരെ ശ്രദ്ധിക്കണേ, നിങ്ങളെ ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കണേ, നിങ്ങളെ മക്കളെ നിങ്ങളെ ശ്രദ്ധ ചെലുത്തണേ. അവരിൽ ചിലർ നിങ്ങൾക്ക് ശത്രുക്കളായേക്കാം. നിങ്ങളെ ഭാര്യ നിങ്ങൾക്ക് ശത്രുവാകാം, നിങ്ങളെ ഭർത്താവ് നിങ്ങൾക്ക് എതിരിൽ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ നിങ്ങൾക്ക് എതിരിൽ സംസാരിക്കുന്നവരാകാം. നിങ്ങളെ പ്രിയപ്പെട്ട മക്കൾ, നിങ്ങളെ ചോര പൈതങ്ങൾ നിങ്ങൾക്കെതിരിൽ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുന്നവരായിട്ട് മാറാം. അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കണേ. അതുവല്ലക്കും, നിങ്ങൾക്കെതിരായ ശത്രുവായി മാറാൻ ചാൻസ് ഉണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ. മാതാപിതാക്കളോട് ഗൗരവത്തോടു കൂടി അല്ലാഹു ഉണർത്തുകയാണ്. മക്കളുടെ വിഷയം ശരിക്കും ശ്രദ്ധിക്കണം. മക്കളെ മാത്രമല്ല, ഭാര്യ ഭർത്താവിനെ ശ്രദ്ധിക്കണം, ഭർത്താവ് ഭാര്യയെ ശ്രദ്ധിക്കണം. ഇബാദത്തുകളിൽ നിന്ന് ഒളിച്ചോടുന്നുണ്ടോ ശ്രദ്ധ ചെലുത്തണം. നിസ്കാരം കറക്റ്റാണോ? മുറു ഔലാദക്കും ബിസ്സലാ ഇദാ ബലഉ 10 സിനീൻ ഇദാ ബലഉ 7 സിനീൻ. 7 വയസ്സെത്തുമ്പോ തന്നെ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ഇദാ ബലഉ 10 സിനീൻ ഫദ്രിബുഹും അലൈഹാ. നിസ്കരിച്ചില്ല എങ്കിൽ 10 വയസ്സെത്തിയാൽ അടിക്കണം. ഇത് ഹദീസാണ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനമാണ്. മുറിവ് പറ്റി പ്രയാസപ്പെടുത്തി അടിക്കണമെന്നല്ല, അല്ലാത്ത രീതിയിൽ. പക്ഷെ നിസ്കാരം കൊണ്ടുള്ള ശാസന അവരോട് വേണം. 7 വയസ്സെത്തുമ്പോഴേ മക്കളുടെ നിസ്കാരത്തിന്റെ പ്രേരണ കൊടുക്കണം, കൽപ്പന വേണം. അതിനു മുമ്പ് നിസ്കരിച്ചു തുടങ്ങി ആയിക്കോട്ടെ. 5 വയസ്സെത്തുമ്പോഴേ നിസ്കരിക്കുന്നു, നമ്മളോടൊപ്പം മുസല്ലയിൽ കയറുന്നു, അപ്പോൾ നിസ്കരിക്കുമ്പോൾ തലയെ കയറിയിരിക്കുന്നു, കുതിര കളിക്കുന്നു, ഒക്കെ ചെയ്യുന്നു, ആയിക്കോട്ടെ, അതിനൊന്നും വിഷയമില്ല. ചെറിയ കുട്ടികൾ നോമ്പ് പിടിച്ചു തുടങ്ങുന്നു. പക്ഷെ ആ സമയമാകുമ്പോൾ 7 വയസ്സെത്തുമ്പോഴേ അവരോട് അതിനോടുള്ള ശാസനയുള്ളൂ. ആ സമയത്താണ് അവരോട് അതിന് പറയുന്നത്. ചില ആളുകൾ 3 വയസ്സെത്തുമ്പോൾ 4 വയസ്സെത്തുമ്പോഴേ കുട്ടികളെ വെറുതെ നോമ്പ് പിടിപ്പിക്കാൻ, എന്നിട്ട് ഈ പാവപ്പെട്ടതാകുന്ന കുട്ടി നോമ്പ് പിടിച്ചതിന്റെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഗരിമ വെക്കാണ് ഉമ്മ. എന്നിട്ടെല്ലാം വലിയ പാടുപെട്ടാ ഷുഗർ പിടിച്ച തള്ള ഇവരെങ്ങനെയെങ്കിലും വൈകുന്നേരം ആകാൻ വേണ്ടി കാത്തിരിക്കാൻ.
എന്നിട്ട് ഈ കുട്ടിയെ നോമ്പ് പിടിപ്പിച്ചിട്ട് അനിയത്തിക്ക് അയച്ചു കൊടുക്കാൻ, എന്റെ കുട്ടി നോമ്പ് പിടിച്ച്, നിന്റെ കുട്ടി നോമ്പ് പിടിച്ചാ. അപ്പൊ അവളുടെ കുട്ടി പിറ്റേ ദിവസം 2.5 വയസ്സുള്ളതിനെ തല്ലി പഴിപ്പിച്ച് രാവിലെ എഴുന്നേപ്പിച്ച് അത്താഴം കൊടുത്ത് തുടങ്ങാണ്. എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? നിസ്കാരമാകട്ടെ നോമ്പാകട്ടെ ഒക്കെ 7 വയസ്സാകുമ്പോഴാണ്. അതിനു മുമ്പ് ഒരു പ്രേരണ കൊടുക്കാം. കുട്ടികൾ സ്വമേധയാ നമ്മളോടൊപ്പം പിടിച്ചിരിക്കണം, ആയിക്കോട്ടെ പിടിച്ചോട്ടെ. എന്നിട്ട് ഏതെങ്കിലും ഒരു ദുഹറിന്റെ ബാങ്ക് കൊടുക്കുമ്പോ മാഷാ അല്ലാ പതുക്കെ തുറപ്പിക്കും. കുട്ടികളെ പ്രയാസപ്പെടുത്തരുത്. ഇനി ചില കുട്ടികൾ സ്വമേധയാ കുറച്ചും കൂടി പിടിച്ചു നിൽക്കും. അപ്പൊ അവരെ സഹായിച്ചു കൊടുക്കുക. ഒരിക്കലും എന്ത് ചെയ്യരുത്, ആ 4 വയസ്സുള്ള കുട്ടി 5 വയസ്സുള്ള കുട്ടി കുറച്ചേരം കൂടെ ഉള്ളടാ, കുറച്ചുകൂടെ നീ പിടിച്ചു വെക്ക് എന്നും പറഞ്ഞ് പിടിച്ചു വെച്ച് ഹലാക്കായി അവസാനം മയ്യത്താക്കി കളയരുത്. അത്രേ നമുക്ക് പറയാനുള്ളൂ. ഇത് ഇന്നത്തെ തലമുറയിൽ കൂടി വരിക. നിസ്കാരത്തില്ല, നിസ്കാരത്തെ അത്രമേൽ ശ്രദ്ധിക്കുന്നില്ല. എന്തിനാ വരിക? റമദാൻ വരികയാണ്. ഇപ്പൊ ഇനി റജബായി, ഷഅബാൻ, റമദാനിലേക്ക് വരുമ്പോ നോമ്പ് പിടിപ്പിച്ചിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുത്തും. എന്നിട്ട് ഈ കുട്ടിയുടെ ഫോട്ടോ ഇവ നോമ്പ് തുറക്കാൻ വേണ്ടി സാധനമായിട്ടിരിക്കുക, ചായയും കടിയൊക്കെ ആയിട്ടിരിക്കുന്നതിന്റെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കാണ്. എന്റെ കുട്ടിയുടെ 5ാമത്തെ നോമ്പ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഉമ്മാക്കാണ് വലിയ ക്രെഡിറ്റ് കാണിക്കുന്നത്. ഉമ്മ നാട്ടുകാരെ മുഴുവൻ കാണിച്ചിട്ട് ക്രെഡിറ്റ് വെക്കുക, ലൈക്ക് നെഞ്ചത്ത് കൊടുക്കണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ.